നിങ്ങൾ ഇറങ്ങണ്ട. ആരാ? റോയ് ഔസപ്പിന്റെ വീടല്ലേ? എന്തിനാ? ഞാൻ ധന്യ, പോലീസിൽ നിന്നാ. റോയിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നത്. അകത്തേക്ക് വരാം. ചെരുപ്പൂരണ്ട, വരൂ. ഈ സ്ഥലമൊക്കെ നല്ലതാന്നല്ലോ. ഓ, എന്നാ നല്ലതാ. ഇവിടെ താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇരിക്കൂ. സ്വന്തം സ്ഥലം എവിടെയാ? ഞാൻ തിരുവല്ലയാ. ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 17 വർഷമായി. ഈ വീട്ടിൽ തന്നെ ആണോ? ഓ, ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു. പിന്നെ അപ്പൻ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറിയതാ. റോയ് ആണോ ഇത്? ആ ഇടത്തെ. ഓ, റോയ് ആയിട്ട് എങ്ങനാ? ഓ, അവന് നല്ല സ്നേഹമായിരുന്നു. ആയിരുന്നു, ഇപ്പൊ അല്ല. ആണ്. ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ. ഞാൻ ചായ വല്ലതും എടുക്കാം. എനിക്കൊന്നും വേണ്ട. ഇവിടുത്തെ അനിയനില്ലേ, പോലീസിലാണ്, CI ജോർജ്. ഈ റോയ് എവിടെ പോയതായിരിക്കും? ഓ, അതുള്ളതാന്നേ. അവൻ എപ്പോഴും കറക്കുവാ. ഈ കാടും മലയൊക്കെ കയറി ഇറങ്ങി മടുക്കുമ്പോ ഇങ്ങ് വരും. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. നമുക്ക് കാണാം. ഹലോ സാറേ, എത്ര പ്രാവശ്യമായി സാറേ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? സാറേ, ഇവിടുത്തെ അവസ്ഥയൊക്കെ ഓക്കെ അല്ലേ? വളരെ മോശമാണ്. കുഴപ്പമില്ലല്ലോ സാറിനോട്. ഞാൻ ഇന്നലെ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. സിഗരറ്റ് തീർന്നല്ലോ, വേഗം സിഗരറ്റ് മേടിച്ചാ. ശരി സാർ. നീ മാനേജ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഒരുപാട് സമയം എടുക്കും സാറേ. കോട്ടയത്താണ്. എന്നെ ഒരുപാട് തവണ പുള്ളിയിൽ വിളിച്ചാണ് സംസാരിച്ചിരുന്നു സാർ. സാർ വരാണ്ട് തന്നെ കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ സാർ, സാർ വേഗം. നമസ്കാരം സാർ. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായി? എന്ത് കാര്യങ്ങൾ? കാശിൻ്റെ കാര്യം. അത് പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ ഞാനാകെ പെട്ടു. ടെൻഷനൊക്കെ കൊണ്ട് ഉറങ്ങില്ല. എടോ, തന്നോട് ഞാൻ കാശ് വല്ലതും മേടിച്ചിട്ടുണ്ടോ? അല്ല, മൈക്കിൾ മേടിച്ചിട്ടുണ്ടെ മൈക്കിളിനോട് പോയി ചോദിക്കണം. അല്ലാതെ എന്നോട് കുണപ്പിക്കാൻ വന്ന എൻ്റെ സ്വഭാവം അറിയാലോ. തമ്മിൽ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടാക്കുക. ചെല്ല്. ചെല്ലടോ. ഇവിടെ എന്താ കൃഷി ചെയ്യുന്നത്? ജാതിയും ഗ്രാമ്പും. അഞ്ജലി എന്തിനാന്ന് എറണാകുളത്ത് പോയ? എൻ്റെ ഇൻറ്റേൺഷിപ്പ് അവിടെയാണ്. റോയി എത്ര കാലമായിട്ട് അറിയാം? ചെറുപ്പം മുതലേ അറിയാം. ഈ ജോർജ് സാറിൻ്റെ അന്വേഷണത്തിൽ അഞ്ജലി എന്താ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു? അവനെപ്പറ്റി അന്വേഷിക്കാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ജോർജ് സാറിൻ്റെ പെരുമാറ്റം ഒട്ടും സുഖമായിട്ട് തോന്നിയില്ല. അവസാനം അയച്ച മെസ്സേജ് ഇതാ. വീട്ടിലോട്ട് പോവാ. ഡ്രൈവ് ചെയ്യാ. ഞാൻ നിന്നെ അങ്ങനെ വിളിക്കാം കേട്ടോ. അഞ്ജലി റോയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. റോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതെനിക്കുറപ്പാണ്. ശരി.
ഇത് 3 മണിക്കുള്ളിൽ വിടണേ. ജോസേ, നിങ്ങൾ എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് ഈ പറഞ്ഞതല്ല വേറെ ഒന്നും പറയാനില്ല. സാർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, എൻക്രോച്ച് ചെയ്ത ഭാഗം നിങ്ങൾ പൊളിച്ചു കളഞ്ഞു, ഞാൻ ലൈസൻസ് തന്നേക്കാം. സാറേ, ജോർജ് സാറുമായിട്ട് അന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്നല്ലേ? ജോർജ് സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജ് സാറിനോട് ചോദിക്കണം, എൻ്റെ അടുത്ത് പറയരുത്. ഹലോ സാറേ, ജോർജ് സാറാ. എടുത്തോട്ട് പോടും. ജെനി, മതി, പോയി കിടന്നുറങ്ങ്. പപ്പ ഗുഡ് നൈറ്റ്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പോലീസ് വീടിന് വാതിക്ക് വരെ എത്തി. ഇതിനൊന്നും കൂട്ടുപ്രതിയാവാൻ എന്നെ കിട്ടത്തില്ല, പറഞ്ഞേക്കാം. എനിക്ക് കുറച്ച് മനസ്സമാധാനം തരണം. ഇപ്പൊ ഞാനാ നിങ്ങളുടെ മനസ്സമാധാനം കേട്? എനിക്കൊരു പ്രശ്നം വരുമ്പോഴെങ്കിലും നിനക്ക് എൻ്റെ കൂടെ നിന്നുകൂടെ? എന്തിന്? നിങ്ങളുടെ അപ്പനും അനിയനും പറയുന്നതായിരുന്നല്ലോ എന്നും വേദവാക്യം. ഞാൻ അന്നേ പറഞ്ഞത് ഈ നശിച്ച സ്ഥലത്തു നിന്നൊന്ന് പോവാമെന്ന്. അത് കേൾക്കില്ല. അതെങ്ങനെയാ? ആണുങ്ങളല്ലേ, നട്ടല് വേണം. നിന്റെ വാക്കും കേട്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയോ അന്ന് തുടങ്ങിയതാടി എൻ്റെ നാശം. അതെ, ഞാൻ പറഞ്ഞിട്ടാണല്ലോ അറിയാൻ മേലാത്ത പണിക്ക് പോയിട്ട് കാശ് മുഴുവൻ കളഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടാണ് റോയിനെ. മതി, മതിയായി. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നിങ്ങൾ ഈ നരകത്തിൽ കിടന്ന് എന്താന്ന് വെച്ചാ ചെയ്യ്. നീ എവിടെയെങ്കിലും പോയി തൊലയും. ആരെ തൊലയാന്ന് കാണാം. ജെനി, ഞാൻ പോണില്ല പപ്പ. എൻ്റെ മോള് ചെല്ല്. പപ്പ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്നേ. ജെനി, ചെല്ല് ചെല്ല്, പോയിട്ട് വാ. മൂന്ന് പേരുടെയും അന്നത്തെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ജൂലൈ 8-ാം തീയതി രാത്രി ഏകദേശം 4 മണിക്കൂറോളം ഈ ജോർജ് മൈക്കിളും റോയും ഒരുമിച്ചുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടി അവർ തിരിച്ചു പോവുകയും ചെയ്തു. ആ രാത്രിക്ക് ശേഷം റോയിയെ പിന്നെ ആരും കണ്ടിട്ടുമില്ല. സ്വന്തം അനിയനായിട്ട് പോലും റോയിയെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ അന്വേഷണം ജോർജ് സാറ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കേസ് ഫയലിൽ അങ്ങനെ ഒരു എഫേർട്ട് കാണാനില്ല. പിന്നെ കറിയാപ്പിയുടെയും സെൽവൻ്റെയും മൊഴി അനുസരിച്ച് ഔസേപ്പിൻ്റെ മരണശേഷം ഒരു പണിക്കാരെ അവർ ആ പറമ്പിലോട്ട് കടത്തിയിട്ടുമില്ല. മാം, ഇവിടെ അങ്ങോട്ട് മൊത്തം 60 ഏക്കറോളം വരുന്ന ഔസേപ്പിൻ്റെ തോട്ടമാണ്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഔസേപ്പിൻ്റെ വീട്ടിൽ. പിന്നെ മാം, നമുക്ക് ഇവിടെ നിന്നുള്ള 4 കിലോമീറ്ററിൽ ഈ ഒരൊറ്റ CCTV മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ വീട്ടിലോട്ട് പോകാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് ഉറപ്പല്ലേ? അതെ മാം, വണ്ടി പോകുന്ന ഒരൊറ്റ വഴി മാത്രമേ അങ്ങോട്ടുള്ളൂ. മാം, സ്വന്തം അപ്പം മരിച്ചിട്ട് പോലും ഈ ജോർജ് സാറോ മൈക്കിൾ സാറോ ഒരൊറ്റ തവണ പോലും റോയെ വിളിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ ഒരു തോന്നലാണ്. ഒരുപക്ഷെ അന്ന് രാത്രി തിരികെ പോയത് റോയി അല്ലെങ്കിലും. മാം, അന്ന് കിട്ടിയ വിഷ്വൽസ് വെച്ച് തിരിച്ചു പോയത് റോയി അല്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ക്യാമറ നല്ല ക്ലാരിറ്റിയും കുറവായിരുന്നു, പിന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു. സോ എൻഹാൻസ് ചെയ്താലും